നേരത്തെ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ എടുത്തപ്പോൾ സെയ്ഫ് സൈനുലാബ്ദീൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജില്ലയിൽ മറ്റെന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്നുകൂടെ നോക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വിലക്കുറവും ഓഫറുമായി സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയർ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ വിലക്കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കൈത്താങ്ങായിരിക്കും. ഇന്നു മുതൽ ഈ മാസം 30 വരെ എല്ലാ ജില്ലകളിലും ഫെയർ ഉണ്ട്. അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, അംബേദ്കർക്കെതിരായ പരാമർശത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ഇന്നിപ്പോൾ മഹിളാ കോൺഗ്രസ് രാജ്ഭവന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹരി, നേരത്തെ സെയ്ഫ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഹരിയുടെ അവസാന ദിവസമാണ് സ്ഥാപനത്തിൽ, അവസാനത്തെ ന്യൂസ് മോർണിംഗ് ആണ്. കാരണം ഈ ന്യൂസ് മോർണിംഗിൽ തന്നെ ഒരു ശീലത്തിന്റെ ഭാഗമാണ് രാവിലെ ഹരിമോഹൻ എന്നൊക്കെ വിളിച്ചങ്ങ് ശീലിച്ചു പോയി. അത് തിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ നല്ലൊരു എവിടെ പോകുകയാണെങ്കിലും അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാനും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനേ കഴിയൂ എനിക്ക് ഈ ഘട്ടത്തിൽ. താങ്ക് യു ജിൽസി, താങ്ക് യു. എനിക്കും ന്യൂസ് മോർണിംഗിൽ രാവിലെ ജിൽസിയായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. മാത്രമല്ല, ഇത് അങ്ങനെ ഒരു അവസാനത്തെ ന്യൂസ് മോർണിംഗ് ആണോ എന്ന് അങ്ങനെ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പോലും ഈ സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ശരി, നമുക്ക് വാർത്തകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിലക്കുറവ് എന്നൊക്കെ പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ക്രിസ്മസ്, ഓണം പോലുള്ള ആഘോഷങ്ങളുടെ സമയത്തൊക്കെ വലിയ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സപ്ലൈകോ ഫെയറുകൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. 30-ാം തീയതി വരെ ആ ഫെയർ ഉണ്ടാകും. മുഖ്യമന്ത്രി നേരിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് 10:00 ഭക്ഷ്യമന്ത്രി അടക്കമുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റൊരു മന്ത്രി കൂടിയായ ശിവൻകുട്ടി കൂടി ആ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിൽ പ്രധാനമായിട്ടും ഈ ഓഫറുകൾ തന്നെയാണ് അതിൽ ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളാണ് ഇത്തരത്തിൽ സപ്ലൈകോയുടെ ഫെയറിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതായത് പുത്തരിക്കണ്ടം മൈതാനവും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനവും എറണാകുളത്തപ്പം ഗ്രൗണ്ട് ആണ് എറണാകുളത്തുള്ളത്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ ആളുകൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിയ ഓഫറുകളൊക്കെ ഉപയോഗിച്ച് പോകാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല, അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചില സമയങ്ങളുണ്ട് ഇതിനകത്ത്. സമയങ്ങളെന്ന് പറയുന്നത് ഈ 21-ാം തീയതി, അത് ഇന്ന് മുതൽ 30-ാം തീയതി വരെ ഉച്ചയ്ക്ക് 2:30 മുതൽ 4 വരെ ഫ്ലാഷ് സെയിൽ നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ നൽകുന്ന ഓഫറിനേക്കാൾ 10% അധിക വിലക്കുറവ് ഈ സമയത്ത് ലഭ്യമാകും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഈ 2:30 മുതൽ 4 മണി വരെയുള്ള ഫ്ലാഷ് സെയിൽ സമയത്ത് ആളുകൾ കൂടുതൽ ചെല്ലാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഓഫറുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, AICCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനങ്ങളിലുടനീളം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അമിത്ഷായ്ക്കെതിരെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിൽ കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നലേക്ക് തിരുവനന്തപുരത്തും ഇപ്പോൾ സംസ്ഥാന തലസ്ഥാനം എന്നുള്ള നിലയിൽ രാജ്ഭവനിലേക്ക് ഇന്നലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ മഹിളാ കോൺഗ്രസ് ആണ്. അതൊരു നിൽപ്പ് സമരമായിട്ടാണ് ഉണ്ടാവുക രാജ്ഭവന് മുന്നിൽ. വരും ദിവസങ്ങളിലും സമരം ഘടിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ സമരം കഴിയുന്നതോടുകൂടി എങ്ങനെയാണ് കോൺഗ്രസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഏറെക്കുറെ ഒരു വ്യക്തത വരും. എന്തായാലും സമരങ്ങൾ അവസാനിക്കുന്നില്ല. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സമരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്.